1942 ജനുവരി 17 അമേരിക്കയിലെ ലൂയിവില്ലയിൽ ജനിച്ച കാഷ്യസ് ക്ലേ അന്നൊരു സാധാരണ കുട്ടി മാത്രമായിരുന്നു. 12-ാം വയസ്സിൽ തന്റെ സൈക്കിൾ നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യത്തിലും സങ്കടത്തിലും അവൻ പരാതി പറയാൻ ചെന്നത് തൊട്ടടുത്ത ജിംനേഷ്യം നടത്തുന്ന പോലീസുകാരൻ ജോ മാർട്ടിനോടായിരുന്നു. അവിടെയാണ് അവൻ ആദ്യമായി ബോക്സിംഗ് റിംഗ് കണ്ടത്. ബോക്സിംഗ് പഠിക്കണോ എന്ന ഒരു സാധാരണ ചോദ്യം ബോക്സിംഗ് ചരിത്രത്തെ അവനു മുൻപും ശേഷവും എന്നിങ്ങനെ രണ്ടായി പിരിച്ചു. 1960 റോം ഒളിമ്പിക്സിലേക്ക് പോകാൻ പോലും മടിച്ച ആ കുട്ടി വിമാനത്തെ പേടിച്ച് കയ്യിൽ പാരച്യൂട്ട് പിടിച്ചാണ് യാത്ര ചെയ്തത്. പക്ഷേ റിങ്ങിൽ അവൻ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. മുൻ ഒളിമ്പിക് മെഡൽ ജേതാവിനെ വീഴ്ത്തി സ്വർണം നേടിയപ്പോൾ അതൊരു സാധാരണ മെഡലായി തീരാതെ അവന്റെ ജീവിത പോരാട്ടങ്ങളുടെ പ്രതീകമായി മാറി. അമേരിക്കയിൽ തിരിച്ചെത്തിയപ്പോൾ കറുത്ത വർഗക്കാരനെന്ന ഒരേ ഒരു കാരണത്താൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം നിഷേധിക്കപ്പെട്ട നിമിഷം ആ മെഡൽ ഒഹിയോ നദിയിലേക്ക് എറിയുകയായിരുന്നു അവന്റെ പ്രതിഷേധം. അന്നവൻ മനസ്സിലാക്കി തന്റെ പോരാട്ടം റിങ്ങിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന്. 1964 കാഷ്യസ് ക്ലേ തന്റെ പഴയ പേരുപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും മുഹമ്മദ് അലി എന്ന പേരോടെ ലോകത്തിനു മുന്നിൽ ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ അമേരിക്കയുമായുള്ള അവന്റെ കലഹം അവിടെ അവസാനിച്ചില്ല. വിയറ്റ്നാം യുദ്ധത്തിലേക്ക് പോകാൻ നിരാകരിച്ചപ്പോൾ ഒരു വിയറ്റ്നാംകാരനും എന്നെ നീഗ്രോ എന്ന് വിളിച്ചിട്ടില്ല എന്ന അവന്റെ വാക്കുകൾ അമേരിക്കയെ മുഴുവൻ കുലുക്കി. പക്ഷേ ലോകത്തിന്റെ മനസ്സിൽ അലി ഒരു വീരനായകനായി മാറുകയായിരുന്നു. 1970 വിലക്ക് നീങ്ങിയപ്പോൾ അലി വീണ്ടും റിങ്ങിലേക്ക് തിരിച്ചെത്തി. തുടക്കത്തിലെ പരാജയങ്ങൾ അവനെ തളർത്തിയില്ല. സയറിൽ നടന്ന പോരാട്ടത്തിൽ ജോർജ് ഫോർമാനെ കീഴടക്കി ഹെവിവെയ്റ്റ് കിരീടം തിരിച്ചുപിടിച്ചപ്പോൾ അലി വീണ്ടും ചരിത്രമായി. തുടർന്ന് ഫ്രേസിയറെ കീഴടക്കി അവൻ തന്റെ ഇതിഹാസം പൂർണ്ണമാക്കി. റിംഗ് വിട്ട ശേഷം അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ വിറയ്ക്കുന്ന കൈകളോടെ ഉദ്ഘാടന ദീപം കൊളുത്തിയ അലിയെ കണ്ടപ്പോൾ ലോകം നിശബ്ദമായി. പാർക്കിൻസൺസ് രോഗം ശരീരത്തെ തളർത്തിയിരുന്നെങ്കിലും ആ ആത്മാവ് അചഞ്ചലമായിരുന്നു. നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ മനുഷ്യനാണ് തന്റെ നിലപാടുകളാലും വാക്കുകളാലും 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം ഭാഗത്തെ പിടിച്ചു കുലുക്കിയതെന്ന് ലോകം വീണ്ടും ഓർമ്മിച്ചു. 2016 അലി നമ്മെ വിട്ടുപോയെങ്കിലും ആ തീ ഇന്നും അണഞ്ഞിട്ടില്ല. റിങ്ങിൽ മാത്രമല്ല, പുറത്തും മനുഷ്യകുലത്തിനായി നടത്തിയ പോരാട്ടങ്ങളാണ് അവനെ അമരനാക്കിയത്. ഇടികൾ കൊണ്ടല്ല, നിലപാടുകളും കരുണയും ധൈര്യവും കൊണ്ടാണ് മുഹമ്മദ് അലി ലോകത്തെ ജയിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഓരോ പിറന്നാൾ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.